ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ജയ്വിലാസ് പാലസ് ഗോളിയാറിലാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഇനി ബാക്കി ഞാൻ അകത്തോട്ട് കയറിയിട്ട് നിങ്ങളെ കാണിക്കാവേ. ഗായ്സ്, നമ്മൾ എൻട്രി കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു പില്ലറിൽ ഏതോ ഒരു സ്റ്റാച്ചു പോലെ ഉണ്ട് കേട്ടോ. ഇതിൽ എഴുതിയിരിക്കുന്നത് ടൈറ്റിൽ ശിവഗാന, പിന്നെ പീരീഡ് എന്ന് പറയുന്നത് 100th സെഞ്ച്വറിയാണ്. മെറ്റീരിയൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് സാൻഡ് സ്റ്റോൺ വെച്ചിട്ടാണ്. ഇവിടെ എല്ലാം അങ്ങനെ കുറേ ഇതിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ ശ്രീ ജിവാജിറാവു സിക്കിന്ദ, ഇവിടുത്തെ രാജാവാണിത്. ഇതാണ് ജയ്വിലാസ് പാലസ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത്. പിന്നെ ഇവിടുത്തെ ഓരോരോ കിങ്സിൻ്റെ ഫോട്ടോസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ജീവിച്ചിരിക്കുന്നവരാണ് ഈ ഫോട്ടോയിൽ കാണുന്നത്. ബാക്കി നമ്മൾ നേരത്തെ കണ്ടതെല്ലാം മരിച്ച ആൾക്കാരാണ് കേട്ടോ. ഇത് നമ്മളവിടെ ആ 2 ആണിൻ്റെയും 2 പെണ്ണിൻ്റെയും ഫോട്ടോ കണ്ടില്ലേ, അവരുടെ അച്ഛനും അമ്മയാണ് ഇത്. ഇവിടെയും കുറേ ആൾക്കാരുടെ ഫോട്ടോസൊക്കെ ഉണ്ട്. എനിക്കിതൊന്നും അത്ര കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. ഇനി ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് ഗൈഡുണ്ട്. അപ്പം നിങ്ങൾ അവരെ വയ്ക്കുകയാണെങ്കിൽ അവർ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇനി അടുത്ത് നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു, എനിക്കൊന്ന് ബുദ്ധനാണെന്ന് തോന്നുന്നു, ബുദ്ധൻ്റെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട് ഇവിടെ. ഇത് നമ്മുടെ ആ രാജാവിൻ്റെയൊക്കെ ഡ്രസ്സുകളൊക്കെയാണ് നിങ്ങളിപ്പോൾ ഈ കാണാൻ പോകുന്നത്. ഇത് എനിക്കൊന്ന് അവർ ക്വീൻസൊക്കെ വെയർ ചെയ്ത് സാരീസാണെന്ന് തോന്നുന്നത്. അവരിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഇതായിരുന്നു നമ്മളുടെ ആ കിങ്ങിൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത്. തലയിൽ വയ്ക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഇനി ഈ ഒരു കുഞ്ഞ് രാജകുമാരൻ്റെ ഷൂസും ഡ്രസ്സും 2 പേരുണ്ടെന്ന് തോന്നുന്നു. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇത് പെണ്ണാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഇവിടെയുണ്ട് കഴുത്തിലൊരു മാലയൊക്കെ കിടപ്പുണ്ടേ. ഇനി ഇതെന്തോ സാധനം എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഇങ്ങനെ ഇവിടെയൊക്കെ കുറേ കാണാനും ഉണ്ട്. ഇവിടെയും കുറേ ഡ്രസ്സ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കല്യാണത്തിനൊക്കെ ഇരിക്കുന്ന ആ ഒരു സാധനം കേട്ടോ. ഇത് നമ്മുടെ ഉണ്ടോ ഈ തലയിൽ നമ്മൾ വയ്ക്കുന്ന ആ ടർബൻ ഇല്ലേ, അതാണ് നിങ്ങളിപ്പോൾ ഈ കാണാൻ പോകുന്നത്. ഇതിൻ്റെ ലെങ്താണ് ഇവരിങ്ങനെ ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ലെങ്ത് ഉണ്ട് ഇതിന്. അതൊരു 2-3 ഇതായിട്ടൊക്കെ അവർ മടക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ കിങ്ങിൻ്റെയും ക്യൂവിൻ്റെയും ചെയറാണ് കേട്ടോ. ഇത് ഈ ഫോട്ടോയിൽ കാണുന്ന രാജാവിൻ്റെ ഡ്രസ്സാണ് ഇതെന്ന് പറയുന്നത്. ഇതും അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് തന്നെയാണ്. പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്ന ആൾക്കാരുടെ ഡ്രസ്സാണ് ഇതൊക്കെ. ഗൈസ്, ഈ സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ തലപ്പാവ് കിടക്കില്ലേ, അതാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ കെട്ടിയ ഒരു പകുതിയായി. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ക്വീൻ ഉടുത്തിരുന്ന സാരിയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു പള്ളു ഭാഗത്തായിട്ട് ഒരു സ്പൈഡറിൻ്റെ ഇതൊക്കെയാണ് അവർ കൊടുത്തേക്കുന്നത്. ഇത് ആ ക്വീൻ ഉപയോഗിച്ച പേഴ്സ്, ഹാൻഡ് ബാഗ്, ക്ലച്ചസ്, സൺഗ്ലാസ് ഇതൊക്കെയാണ്. ഇതെനിക്ക് തോന്നുന്നു അവരുപയോഗിച്ച പെർഫ്യൂമിൻ്റെ ബോട്ടിലാണെന്ന് തോന്നുന്നു. ഇവിടെയും കുറേ ഫോട്ടോസൊക്കെ ഉണ്ട്. ഇതാദ്യം ഒരു തലയാണ്, ആരുടെയാണെന്നൊന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഇവിടെ ഒരു തല ഇരിപ്പുണ്ട്.
ഇതാ ഇവിടെ ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോ നല്ല വൈറ്റ് വന്ന് അതിലൊരു ഗോൾഡൻ ലൈറ്റൊക്കെ കൊടുത്ത് പിന്നെ അതാ ഇവിടെയും കുറേ ഡ്രസ്സുകളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇനിയൊന്ന് ഇവിടുത്തുള്ള ഓരോ സർദാർസൊക്കെ ഇല്ലേ അവരുടെയൊക്കെ ഡ്രസ്സുകളാണ്. ഇവിടെയൊക്കെ ഒരു ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാ ഇതും അവരുടെ ഒരു ഡ്രസ്സ് തന്നെയാണ്. വണ്ടിയിൽ കണ്ട് ഇപ്പോൾ വന്നൊരു വണ്ടിയിൽ ഞാനിത് കണ്ടു. ഇവിടെ കൊടുത്തല്ല രാജാവിൻ്റെ അങ്ങനത്തെ എല്ലാത്തിനും ഉണ്ട്. ഇപ്പം ഈ കാണുന്ന ഡ്രസ്സുകളൊക്കെ ഇല്ലേ ഈ ഡ്രസ്സിനെല്ലാം എനിക്ക് തോന്നുന്നു എല്ലാം ഒരേ സിമ്പിൾസായിട്ടോ ഇതെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ചിലപ്പം സോൾജേഴ്സിൻ്റെയോ ഇവിടുത്തെ സർദാർസിൻ്റെയോ അവരുടെ ആരുടെയെങ്കിലുമൊക്കെ ഡ്രസ്സുകളായിരിക്കും കേട്ടോ. ഇതൊന്നും എഴുതി വെച്ചിട്ടില്ല. അപ്പം നമുക്കൊരു ഗൈഡ് ഉണ്ടായിരുന്നെ കുറച്ചുകൂടെ പറഞ്ഞു. ഞങ്ങൾ പക്ഷേ ഗൈഡിനെ വെച്ചില്ല കേട്ടോ. ഇവരുടെ ഡ്രസ്സാണ് നമ്മളിവിടെ കണ്ടില്ലേ, ഇവരുടെ ഡ്രസ്സാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഇവിടെ ഓരോ ഫോട്ടോസൊക്കെ ഉണ്ട്. ഇതെല്ലാം ആ സോൾജേഴ്സാണ്. ദ ഫോട്ടോഗ്രാഫ് ഓഫ് ദി പെയിൻറ്റിങ് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗൈസ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതാ ടണ്ടടൈ കണ്ടോ. ഈ കാണുന്ന കുതിരയെ കെട്ടിയുള്ള ഒരു രഥം പോലില്ലേ അതാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന സിൽവർ ട്രെയിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് കുതിരകളെ കെട്ടി പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. ഇതിൻ്റെ ഈ ഭാഗം കണ്ടോ, ഇവിടെ ആയിരിക്കും നമ്മുടെ കിങ് ഇരിക്കുന്നതെന്ന് തോന്നുന്നത്. അടുത്ത നമ്മൾ ഇങ്ങനെ കയറി ഇവിടെ ഒരു കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതെന്ന് വെച്ചാൽ നമ്മളുടെ സിക്കിന്ദ കിങ്ങിൻ്റെ ടോയ് ആണ് ഇത്. ഈ കാണുന്നത് വെച്ചാൽ ലോർഡ് ഗണേഷിൻ്റെ ഒരു മിനിയേച്ചർ ആർട്ടാണ് ഈ കാണുന്നത്. ഇതൊരു മറ്റേ എന്താ പറയുന്നത് ബുൾഡോഗ് ആർട്ടാട്ടോ ഇത് ആക്ച്വലി. ഇതെന്ന് വെച്ചാൽ നമ്മുടെ പാലങ്കിനാട്ടോ. ഇങ്ങനെ എടുത്തുകൊണ്ട് ക്യൂവിനിരിക്കും നമ്മൾ എടുത്തുകൊണ്ട് പോയിട്ടില്ലേ ആ സാധനം. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സീറ്റൊക്കെ ഉണ്ട്. അതാ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം ഞാൻ ഈ കാണിച്ചിട്ടില്ലേ എന്ന് വെച്ചാൽ രാജാവ് ഹണ്ടിങ്ങിനൊക്കെ പോകുമ്പോൾ വരുന്നുണ്ട്. ആനയുടെ മുകളിലിരുത്തി ഈ സാധനം ആനയുടെ മുകളിൽ വെച്ച് ഹണ്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. ഇതാ ഇതിപ്പം നമ്മൾ ഈ കാണുന്നതെന്ന് വെച്ചാൽ റിച്വൽ ബുള്ളോക്ക് കാർട്ടാണ്. ഇതെന്ന് വെച്ചാൽ ദസറ ടൈമിൽ ദസറ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫെസ്റ്റിവലിൽ ഉപയോഗിക്കുന്നതാണ്. ദിസ് കാർട്ട് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഫെസ്റ്റിവൽ റിച്വൽസ് എസ്പെഷ്യലി ഡ്യൂറിങ് ദസറ. ഈ കാർട്ട് സ്പെഷ്യലായിട്ട് ഉപയോഗിക്കുന്നത് ദസറ ടൈമിലാട്ടോ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെ കുറേ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ സിൽവർ ചോക്ലേറ്റ് ഇപ്പോൾ നമ്മൾ കാണുന്നത് വെച്ചാൽ സിൽവർ ചാരിയറ്റാണ്. ഇപ്പോൾ കാണിച്ചില്ലേ ദിസ് ചാരിയറ്റ് ഈസ് മേഡപ്പ് ഓഫ് ലെയർ ഓഫ് മോൾഡഡ് സിൽവർ ആണ്. ഇതെല്ലാം മോൾഡ് എടുത്തേക്കുന്ന സിൽവർ ആട്ടോ. ഈ റൂമിൽ ചെറിയൊരു ഇരുട്ടുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയി വരത്തില്ല.
ഇത് ആ ഒരു ഹൗദ പ്രൊസഷൻസിനെല്ലാം യൂസ് ചെയ്യുന്ന പാലങ്കിൻസ് തന്നെയാണ് ഇതൊക്കെ. ഇതെന്ന് വെച്ചാൽ നമ്മുടെ കിങ് വേട്ടയ്ക്കൊക്കെ പോകത്തില്ലേ ഹണ്ട് ചെയ്യാൻ വേണ്ടി, അന്നേരം ഉപയോഗിക്കുന്നതാണ്. ഇത് കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗണ്ണാട്ടോ. പിന്നെ വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ള ആ ഒരു ജഗ് പോലത്തെ സാധനങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ദാ ഹണ്ടിങ് ഹൗദ. ഈ കാണുന്നതെന്ന് വെച്ചാൽ ദാ നമ്മുടെ ഷാ അലാം ഇൽസ് പാലങ്കിൻ ആണേ. ഈ കാണുന്നതെന്ന് വെച്ചാൽ ഒരു ഗ്രീൻ പാലങ്കിൻ ആണ്. പാലങ്കിൻ വെച്ചാൽ നമ്മൾ ഇത് കണ്ടോ, ഇങ്ങനെ പൊക്കിക്കൊണ്ട് പോകത്തില്ലേ, ആ സാധനം. ഇതെല്ലാം ആ പാലങ്കിൻസ് തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാം കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി നമ്മളിതാ ഇങ്ങനെ ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട്, നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഈ കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ വൈനൊക്കെ സെർവ് ചെയ്യത്തില്ലേ, ആ പ്ലേസാണേ കാണുന്നത്. ഇത് ഫുള്ളും ഗ്ലാസ് ആട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. ഇതാ ഈ കാണുന്നതെന്ന് വെച്ചാൽ സ്വിമ്മിംഗ് പൂളാട്ടോ. നമുക്ക് ഇവിടെ ചെയിൻ ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അത് അത്യാവശ്യം കുറച്ച് കാണാൻ പറ്റുമല്ലോ, ആഴമുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ജമ്പ് ചെയ്യാൻ പറ്റിയ രീതിയിൽ ഒരു സ്റ്റാൻഡിങ് ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് ഇവിടെ കണ്ട് അറിയാൻ പറ്റുന്നുണ്ടല്ലോ അതിൻ്റെ ലെങ്ത് എത്രമാത്രം ഉണ്ടെന്ന്. ഇത്രയേ ഉള്ളൂ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് കേട്ടോ. അത് നമുക്ക് ഇറങ്ങാൻ വേണ്ടി സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇവിടെ ഇങ്ങനെ ഓരോ നമ്പറൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കയറി ഇറങ്ങിയത് 6th നമ്പർ കേട്ടോ. ഇനി നമ്മൾ അടുത്ത പോകാൻ പോകുന്നത് 7th 8th നമ്പറിലേക്കാണ്. ഇവിടെ ടോട്ടൽ ഇങ്ങനെ ഉള്ള ഈ നമ്പേഴ്സ് വെച്ചിട്ടില്ലേ, അങ്ങനെ ഓരോ റൂമും മൊത്തം 15 എണ്ണം ഉണ്ട്. ഇനി അടുത്ത് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ കാണുന്ന കിങ്ങിൽ ഇതാണ് നമ്മുടെ ഇവിടുത്തെ കിങ് കേട്ടോ. ഈ കാണുന്ന കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോസൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. ഒത്തിരി ഫോട്ടോസ് ഉണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിലൊക്കെ ആയിട്ടും ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. ഇതെല്ലാം ആ കിങ്ങിൻ്റെ സാധനമാണ്. അദ്ദേഹം ഉപയോഗിച്ച വാച്ച്, പേന. ഇത് നമ്മുടെ ഈ ഇവിടുത്തെ കിങ്ങിൻ്റെ 15th ബർത്ത്ഡേയിൽ ചെയ്ത ഫോട്ടോയാണ് ഇത്. അതാണ് നമ്മുടെ കിങ്. ഇത് നമ്മുടെ കിങ്ങിൻ്റെ പാസ്പോർട്ടൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഡൽഹി ഗോൾഫ് ക്ലബ്ബ് ഹോൾ-ഇൻ-1 ട്രോഫി കിട്ടിയത്, ലയൺസ് ക്ലബ്ബ്. ഇതാണേ പാസ്പോർട്ടൊക്കെ. ഇത് നമ്മൾ അവിടെ ദാണ്ടെ ഈ ഒരു ക്രിക്കറ്റ് കളിക്കുന്ന ഈ ഒരു ഫോട്ടോ കണ്ടില്ലേ, അദ്ദേഹം ഉപയോഗിച്ച ഇവിടുത്തെ കിങ് മഹാരാജ മാധവ് റാവോ സിക്കിൻ്റെ ഉപയോഗിച്ച ആ ക്രിക്കറ്റ് ഐറ്റംസാണ്. നമ്മുടെ പാഡും ഗ്ലൗസും ബാറ്റും എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ബോൾ ഉൾപ്പെടെ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് അദ്ദേഹത്തിന് കിട്ടിയ ട്രോഫി കേട്ടോ. ഇത് ആ ലെറ്റേഴ്സൊക്കെ മാഞ്ഞു പോയി, അതുകൊണ്ട് എനിക്ക് ശരിക്കും ഒന്നും കാണാൻ വയ്യ. എന്താണ് ഇങ്ങനെ സതീഷ് കോശി കാണാൻ വയ്യ.
ഇത് കുറേ പൊളിറ്റിക്കൽ ബുക്സ് ഒക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുന്നത്. ലോക്സഭ ഡിബേറ്റ്സ് 8th സീരീസ് എന്നൊക്കെ പറഞ്ഞ കുറേ ബുക്സ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതെനിക്കൊന്ന് ഇവിടുത്തെ സോൾജേഴ്സ് ഒക്കെ ഇല്ലേ, അവരുടെ ടൈയും ഹാറ്റും ഒക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് നമ്മുടെ സിക്കിന്ദ സിംഗ്. ഇത് അദ്ദേഹത്തിൻ്റെ ആ ടേബിളും ചെയറും റൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഈ ഒരു പെന്നൊക്കെ കണ്ടോ, എനിക്കൊന്ന് എങ്കിലും നമ്മളിങ്ങനെ ബുക്ക് ചെയ്തിട്ടില്ലേ, ആ ടൈപ്പ് പേനയാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ അതാണ്ട് ഇവിടെ ആയിട്ട് 2 ക്യാൻഡിൽസും വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ ഫോട്ടോ കാണുന്നത് നമ്മുടെ ഒരു റോയൽ വെഡ്ഡിങ്ങിൻ്റെ ഇതാണ്. ഇവിടെയും കുറേ മെഡൽസ് അല്ല, ട്രോഫീസൊക്കെ ഇരിപ്പുണ്ട്. ഇനി ഇവിടെ എന്തോ ട്രെയിനിൻ്റെ എങ്ങാണ്ടേ ഇന്ത്യൻ റെയിൽവേസ് എന്നൊക്കെ പറഞ്ഞ് എന്താണ് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. മീററ്റ് സിറ്റി മോഡൽ സ്റ്റേഷൻ, അതായത് മീററ്റ് സിറ്റിയുടെ ഒരു മോഡലാണ് അവർ ഈ പണിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ കിങ് മഹാരാജ മാധവ് റാവു സിക്കിൻ്റെ ഉപയോഗിച്ച ലൈറ്ററും സിഗരറ്റ്സും ഒക്കെ കേട്ടോ. പിന്നെ ഇവിടുത്തെ ലാസ്റ്റ് കിങ്ങിൻ്റെ 2 മക്കളാണ് അവർക്കുള്ളത്. പിന്നെ അവരുടെ ആ 2 മക്കളും ഒരു ഭാര്യയും, അവരെല്ലാം ഇപ്പം ഡൽഹിയിലാണ് കേട്ടോ താമസിക്കുന്നത്. മക്കളെല്ലാം പഠിക്കുന്നത് ഡൽഹിയിൽ തന്നെയാണ്. ഈ കാണുന്നത് നമ്മുടെ ആ മ്യൂസിക്കൽ ബോക്സ് ആണ് ഈ കാണുന്നത്. ഇതിന് ഇപ്പോഴും ചെറുതായിട്ട് പാട്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഈ ബോക്സ് എന്ന് പറയുന്നത് 19th സെഞ്ച്വറി ബോക്സ് ആണ് ഇത്. ഈ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രഞ്ച് റിസപ്ഷൻ ഹാളായിട്ട് അതിന് കുറേ സോഫീസൊക്കെ ഇട്ടിട്ടുണ്ട്. ഫ്രഞ്ച് റിസപ്ഷൻ ഹാളാണ്. പിന്നെ ഈ കാണുന്ന ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിൽ മൊത്തം 3 ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. സ്ട്രെയിറ്റിൽ നോക്കുമ്പോൾ ഒരാൾ, പിന്നെ ഈ സൈഡിൽ നോക്കുമ്പോൾ വേറൊരാൾ, ഇപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ വേറൊരാൾ. പക്ഷേ ഈ വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നേരിട്ട് വന്ന് കാണുമ്പോഴേ അത് എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇതിനകത്തും അതുപോലെ തന്നെ നമുക്ക് 3 പേരെ കാണാൻ പറ്റും കേട്ടോ.
എടുത്തോ. ഈ കാണുന്നത് വെച്ചാൽ നിയോ ക്ലാസിക്കൽ റൂമാണ്. ദ സ്കൾപ്ചേഴ്സ് ആൻഡ് പെയിൻറ്റിങ്സ് ഇൻ ദിസ് റൂം ആർ ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി ക്ലാസിക്കൽ ആർട്ട് ഓഫ് ഏൻഷ്യൻ ഗ്രീസ് ആൻഡ് റോം ആണ്. ഇവിടെ ഗ്രീസിലെയും റോമിലെയും എല്ലാം ഓരോരുടെ ആ ഒരു ആൾക്കാരുടെ ഇത് വെച്ചാണ് ഇവരിപ്പോൾ ഈ ഒരു ആർട്ട് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം ഒരു റിസപ്ഷൻ ഹാള് പോലെ കേട്ടോ. ദ വിക്ടോറിയൻ റിസപ്ഷൻ ഹാളാണ് ഈ കാണുന്നത്. നമ്മൾ നേരത്തെ ഇത് കണ്ടത് ഫ്രഞ്ച് റിസപ്ഷൻ ഹാളാണ്. ഇത് നമ്മുടെ ഡൈനിങ് റൂം ആട്ടോ. ദ ബ്രേക്ക്ഫാസ്റ്റ് റൂം. ഇപ്പോഴും ഈ ടേബിളിൻ്റെ മുകളിലൊക്കെ അവരുപയോഗിച്ച ആ ഒരു കപ്പ്, സോസർ, ജഗ്, പ്ലേറ്റ് അതെല്ലാം ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇത് അങ്ങേ അറ്റം കാണുന്നത് കൊച്ചു പിള്ളേർക്ക്, ആ കുഞ്ഞ് പ്രിൻസസ് ഒക്കെ ഇല്ലേ, അവർക്കൊക്കെ ഇരിക്കാനുള്ളതാണ് കേട്ടോ. അത് നമ്മുടെ വലിയ കിങ്ങും ക്യൂനും ഒക്കെ ഇവിടെ ആയിരിക്കും ഇരിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ട്. ഈ ഇതെന്ന് വെച്ചാൽ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷെ ഇതിൽ നല്ല വർക്കൊക്കെ വന്നിട്ടുണ്ട്. ഈ കാണുന്ന റൂം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ മഹാരാജ മാധവറാവോ സിക്കിന്ദ ഉപയോഗിച്ചിരുന്ന സ്റ്റഡി റൂമും വർക്ക് റൂമും ഒക്കെയാണിത്. ഇനി നമ്മളിങ്ങോട്ട് വരുന്നത് നെപ്പോളിയൻ റൂമാണ് കേട്ടോ. ഇതൊക്കെ ആരൊക്കെയാണെന്നുള്ള പേര് തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന റൂം എന്ന് വെച്ചാൽ ദ റോയൽ നഴ്സറി ആണ്. Which belong to the Indian princes and princesses. Some of the pieces are over 100 years old. ഇവിടെ ഇരിക്കുന്ന ചില സാധനങ്ങളെല്ലാം ഒരു 100 വർഷം പഴക്കമുള്ളതൊക്കെയാണ്. ഇത് നമ്മൾ താഴെ ഒരു ഫോട്ടോ കാണുന്നില്ല, ആ ഒരു ഫോട്ടോയിലുള്ള ഒരു രാജ്ഞിയുടെ അവരുടെ പേരെന്ന് വെച്ചാൽ മഹാറാണി ചിങ്കുരാജ്. അവരുടെ ബെഡ്റൂം കേട്ടോ. അവർക്കെന്ന് വെച്ചാൽ നല്ല നീളം കുറഞ്ഞ ഒരു അവരുപയോഗിച്ച ആ ഷൂസൊക്കെ ഇത് അവിടെ ഇരിപ്പുണ്ട്. അവരുടെ ബെഡിൻ്റെ നീളമൊക്കെ ഇനി നമ്മൾ അവിടെ കണ്ട ആ റാണി ഇല്ലേ, ആ റാണിയുടെ ബാത്റൂമാണ് ഇത്. അവിടെ ഒരു ബാത്ത് ടബൊക്കെ ഉണ്ട്. കുഞ്ഞി ബാത്ത് വന്നിട്ട് കുഞ്ഞി ചെറിയ ബാത്ത്. ഇതെല്ലാം ആ നീളം കുറഞ്ഞ ആ ക്വീൻ ഇല്ലേ, അവരുടെ ചെരുപ്പുകളാണ് ഇത് ഈ കാണുന്നതെല്ലാം. മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. മഹാറാണി ചിക്രൈസ് ഡ്രസ്സിങ് റൂമാണ് കേട്ടോ ഇത്. അതിലോട്ട് പോയാൽ അതായത് അവരുടെ ആർമറും ആംസും ഒക്കെയാണിത്.
ഇത് ഇവിടുത്തെ ഉള്ള കിങ്സൊക്കെ ഉപയോഗിച്ച സ്വേർഡൊക്കെയാണ്. വോള് ഒരു ഉപയോഗിച്ച ആ ഒരു വോളും ഷീൽഡും ഒക്കെയാണ് ഇത്. ഇതാ ദ ഇന്ത്യൻ ഷീൽഡ്സ്. പിന്നെ അദ്ദേഹത്തിരുന്ന ആ ബോഡി ഷീൽഡൊക്കെ ഇല്ലേ നമ്മൾ പടച്ചട്ട, അതാണ് ഇത്. പിന്നെ വെച്ചാൽ ജമന്താസ്. ദീസ് പുഷ് ഡ്രാഗേഴ്സ് ആർ നോൺ ആസ് ജമന്താസ്, മോസ്റ്റ് ഫേമസ് ഓഫ് ഓൾ ഇന്ത്യൻ ഡ്രാഗേഴ്സ്. നമ്മുടെ വേൾഡ് വാർ നടക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്ദിയ മഹാരാജാവ് കോൺട്രിബ്യൂട്ട് ചെയ്ത ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അത് ഇവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് പൺ ഗണ്ണാണ് കേട്ടോ. ഈ ഗൺ ഈസ് ആൻ എക്സ്ട്രീംലി ലാർജ് ഷോർട്ട് ഗൺ ആണ് ഇത്. ഇതെല്ലാം നമ്മൾ പിസ്റ്റൾസ് ഇല്ലേ, അതാണ് ഈ കാണുന്നത്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ആ വെളിയിലത്തെ ആ ഒരു ഔട്ടർ വ്യൂ എല്ലാം നല്ല രീതിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല രസമാണ് ഇവിടെ കാണാനൊക്കെ ആയിട്ട്. ഈ ഷെല്ലൊക്കെ തോന്നുന്നു. ഗൺ പൗഡർ ഫ്ലാസ്ക്. ഇവിടെയും കുറേ ഗൺസൊക്കെ ഇരിപ്പുണ്ട്. കത്തി കൂട്ടിയുള്ള മറ്റേ പോലീസുകാരുടെ കത്തിയും തോക്കും. ഇത് നമ്മുടെ ആ എല്ലാ ഇങ്ങനെ എടുത്ത് എറിയത്തില്ലേ, അതായത് സ്പിയേഴ്സ്, അതാണ് ഇവിടെ. ഓരോ ഹൈറ്റിലുള്ളതൊക്കെ ഉണ്ട് ഇവിടെ. ഏറ്റവും വലുത് രണ്ടെണ്ണം ഉണ്ട്. ഇതിനെ കൊണ്ട് കുറച്ചുകൂടെ വണ്ടി ഈ സൈഡിൽ കാണുന്നതാണ്. കിങ് മാധവ് റാവു സ്യൂട്ട് ആട്ടോ. ബെഡ്റൂം ആണേ. ആ ഒരു ബെഡിൽ വിരിച്ചിരിക്കുന്ന ആ ഒരു ബെഡ്ഷീറ്റിൽ എന്ന് വെച്ചാൽ നല്ല വർക്കാട്ടോ. അത് നിങ്ങൾക്ക് ഇതിൽ അത്ര ആ ഒരു തിളക്കം അറിയാൻ പറ്റത്തില്ല. ഫോണിൽ കാണുമ്പോൾ അതെ പ്ലെയിനാണ്. ഫോണിൽ നിങ്ങൾക്കത് പ്ലെയിൻ പോലെ തോന്നും, പക്ഷേ ശരിക്കും പറഞ്ഞാൽ പ്ലെയിനായിട്ടല്ല അത് ഇരിക്കുന്നത്. ഞാൻ ഇവിടെ ഒന്ന് വായിച്ചു കേട്ടെ. ദ ബെഡ്റൂം ഓഫ് മഹാരാജ മാധവ് റാവു ഗീവ്സ് എ യുണീക് ഗിംബിൾ. The bedroom of Maharaja Madhav Rao gives a unique glimpse into the personal life of this great king. First and foremost, he was a prolific statesman. അതിൽ പറഞ്ഞത് ദ റെസ്മാൻ ഓഫ് റൂം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ മെസ്സേജ് അങ്ങോട്ട് ഇത് അവരുടെ പൂജ ഹോളാണ്. ഇത് കണ്ടോ, പൂജ റൂം. ഈ കാണുന്ന വെച്ചാൽ നമ്മുടെ ക്രിസ്റ്റൽ ഫർണിച്ചർ റൂമാണേ. ഇത് മഹാറാണി ഗജരാസിൻ്റെ ഡ്രോയിങ് റൂം ആട്ടോ ഈ കാണുന്നത്. ഇത് ക്വീൻ മേരിയാണ്. ഡ്രോയിങ് റൂം
ഹാൾ ലിവിംഗ് റൂം. ഞാനിനി ഡ്രോയിങ് റൂം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചെന്ന് പടം വരയ്ക്കുന്ന റൂമല്ല, ഒരു ലിവിങ് റൂം ആട്ടോ അത്. ഇത് ഒരു കാർപ്പറ്റ് ആട്ടോ. ദിസ് കാർപ്പറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റ് ആൻഡ് ഹൈ ഇൻറ്റൻസിറ്റി ലൈറ്റ് ഡെക്കറേറ്റിംഗ്. ഇതൊരു കാർപ്പറ്റാണേ. അതിൽ ആരുടെയൊക്കെയോ ഫോട്ടോസ് എല്ലാം പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കാർപ്പറ്റാ. അതിൽ ഈ കാർപ്പറ്റിൽ എല്ലാ ദൈവങ്ങളുടെയും ഫോട്ടോസ് ഉണ്ട്. ഇതിൽ ആ സെൻറ്ററിൽ ആ സർക്കിളിൽ അത് കാണുന്നില്ലേ, അതെന്ന് വെച്ചാൽ നമ്മുടെ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഫോട്ടോ ആണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതൊക്കെ വെച്ചാൽ നമ്മൾ ഫോറിനേഴ്സൊക്കെ വരത്തില്ലേ, അവർ വരുമ്പം ഈ രാജാവിന് വന്ന് പ്രസൻറ്റ് കൊടുക്കുന്നത് കേട്ടോ ഈ കാണുന്നതെല്ലാം. ഈ കാണുന്നത് ക്രിസ്റ്റൽ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫൗണ്ടെയിനാണ്. ഒരു ഗ്ലാസ് ഒക്കെ അവർ ഇട്ടിട്ടുണ്ട്. ചവിട്ടാൻ പറ്റുന്നത് സാധനം എന്തുവാ? ഈ കാണുന്ന കാളയില്ലേ, അതെന്ന് വെച്ചാൽ ശരിക്കുമുള്ള കാളയുടെ ഇതാട്ടോ. ആ ഒരു രോമെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഈ കാളയുടെ ഈ ഒരു അതുപോലത്തെ ഒരു എന്താ പറയുക സ്റ്റാച്ചു ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്തായിട്ട് നമ്മുടെ ഈ യഥാർത്ഥ കാളയുടെ സ്കിന്നാണ് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. അതുപോലെ ഇവിടുത്തെ ഈ ഒരു ടൈഗർ കണ്ടോ, അതും അതുപോലെ തന്നെ അവർ ആ സ്കിന്നെടുത്താണ് ഇതിലെല്ലാം ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് അവരുടെ ഡൈനിങ് റൂമാണ്, നല്ല വലിയ ഓർമ്മ. ഇത് ട്രെയിൻ പോലെ അത് കാണിച്ചു കൊടുക്കും. ട്രെയിനല്ല, ഇത് കണ്ടോ, ഇവിടെ ആ ഒരു ബ്രൗൺ ബ്ലാക്ക് കളറിൽ കാണുന്നില്ലേ, അത് കണ്ടോ, എനിക്ക് ടി വിയിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഈ ട്രെയിൻ പോലെ അതിങ്ങനെ പോകും കേട്ടോ. ഇതിങ്ങനെ ഈ ഒരു ട്രാക്കിലൂടെ ട്രെയിൻ പോലെ വന്ന് ഓരോരുത്തർക്ക് സേവ് ചെയ്തായിട്ടോ പോകുന്നത്. പിന്നെ ആ രാജാവ് 10 പുലികളെ കൊന്നത്
ഈ കാണുന്ന പോർട്രേറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ കിങ് 10 പുലികളെ ഹണ്ട് ചെയ്തതിൻ്റെതാണ്. ഈ ചത്ത് കിടക്കുന്നുണ്ടോ? ഇതുപോലെ ചെന്ന് സെർവ് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, ഇതുപോലെ പോകും. ഈ കാണുന്നത് ബില്ലിയാർഡ്സ് റൂമാണ്. വീഡിയോ നിങ്ങളെ കാണിച്ചില്ലേ, ആ ട്രെയിനും ആ ജാറും ഒക്കെ ആയിട്ട് ഈ ഇരിക്കുന്നത്. ഈ കാണുന്നത് ഇവിടുത്തെ റോയൽ വെഡ്ഡിങ്ങിൻ്റെ ആ ഒരു പോർട്രേറ്റ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ ഈ വെഡ്ഡിങ് നടക്കുന്ന ടൈമിലും എല്ലാം അവിടെ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടിരുന്ന് ഫുഡ് കഴിക്കുന്നതിൻ്റെ അതുപോലെ ആയിരിക്കും കേട്ടോ. ഭോജൻ ഹാൾ, ടാർപ്പഡ് ഭോജൻ ഹാളാണിത്. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ആ ഒരു മഹാരാജാവിന് ബോത്ത് ഇന്ത്യൻ സ്റ്റൈലിലും വെസ്റ്റേൺ സ്റ്റൈലിലും ഫുഡ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടം. അപ്പം നമ്മൾ വെസ്റ്റേൺ സ്റ്റൈലിൽ കണ്ട അപ്പുറത്തെ ആ ഒരു ബാങ്കറ്റ് ഹാളില്ലേ, അതാണ് നമ്മൾ വെസ്റ്റേൺ സ്റ്റൈലിൽ കണ്ടത്. ഇത് നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലാണ്. ഈ കാണുന്നത് ഇവിടുത്തെ ക്ലോക്ക് കേട്ടോ. ഇതിപ്പോഴും വർക്കിംഗ് ആണ്. മഹാരാജാവിൻ്റെ എല്ലാം വാക്കിംഗ് സ്റ്റിക്ക് ആട്ടോ ഈ കാണുന്നത്. ഹോഴ്സ് വിപ്പ്. ഇത് ഇതുപോലത്തെ ഒരു പോർട്ടിൽ ഈ കിങ്ങിൻ്റെ ഇത് പ്രിന്റ് ചെയ്തെടുത്തേക്കും കേട്ടോ ആ ഫോട്ടോ. ഇത് കോയിൻസ് ആണ്. അതാ ഈ കാണുന്നത് എല്ലാം ഫുൾ സ്റ്റാമ്പ്സ് ആണ്. ഈ റൂമിൽ ഇപ്പം നമ്മൾ ഈ റൂമിൽ ഒരു വോയിസ് കേൾക്കാം കേട്ടോ. അതായത് ഈ വോയിസ് പറഞ്ഞു വെച്ചാൽ ഇവിടുത്തെ കിങ് ഗോളിയാറിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് ആ കാര്യങ്ങളാണ് ഇവിടെ ഒരു വോയിസ് ഇട്ട് നമ്മളിപ്പോൾ കേൾക്കുന്നത്, സ്പീച്ചായിട്ട് കേൾക്കുന്നത്. ഈ കാണുന്നതല്ല ദബ പോളിസി ബുക്ക് കേട്ടോ. ഈ കാണുന്നത് വെച്ചാൽ നമ്മുടെ 1994 ബ്രൈഡൽ ലെഹങ്കയായിട്ടോ ഈ കാണുന്നത്. ഇത് വെഡ്ഡിങ് സാരി, ഇതും 1994 ഈ സാരി കാണുന്ന വർക്കൊക്കെ ഇല്ലേ, ഈ വന്നിരിക്കുന്ന വർക്ക് എന്ന് വെച്ചാൽ
ആ ഇതെന്ന് വെച്ചാൽ സിൽക്കിൻ്റെ സാരി കേട്ടോ. പിന്നെ ഈ വന്നിരിക്കുന്ന വർക്ക് എന്ന് വെച്ചാൽ ഫുള്ള് നല്ല ഗോൾഡ് വർക്കാട്ടോ വന്നിരിക്കുന്നത്. ഇതാ ഇതിൽ ഫുള്ളും ഗോൾഡ് വർക്കാട്ടോ വന്നേക്കുന്നത്. ഇത് നമ്മൾ ഈ കണ്ട സാരി ഇല്ലേ, ആ സാരിയിലുള്ള വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോസാണ് ഈ കാണുന്നത്. ഇപ്പം ഈവനിങ് കേപ്പ്. ഇത് ഈ കാണുന്ന ഡ്രസ്സ് എന്നൊക്കെ പറയുന്നത് അവർ ഈവനിങ് കേപ്പായിട്ട് വൈകിട്ട് ഇടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രസ്സാണ് ഈ കാണുന്നതൊക്കെ. ഇതാ ഈ കാണുന്ന സാരീസ് എല്ലാം 20th സെഞ്ച്വറിയിലാണ്. അതാണ്ട് ഷൂസൊക്കെ ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ ഇതാ ഇതിൻ്റെ മുകളിലേക്ക് പോകാൻ പോവാണേ. ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റലിലാണ്. ഇതെന്ന് വെച്ചാൽ ഇപ്പോഴാണ് ഇതിവിടെ തടിയാക്കിയത്. നേരത്തെ ഇത് തന്നെ ഈ ഒരു പിടിക്കുന്ന ആ ഒരു ഭാഗമില്ലേ, അതും ക്രിസ്റ്റൽ വെച്ച് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കാണുന്നതെന്ന് വെച്ചാൽ സ്റ്റേറ്റ് റൂമാണ്. സ്റ്റേറ്റ് റൂം. ഈ സ്റ്റേറ്റ് റൂം എന്ന് വെച്ചാൽ ഓരോരോ സ്റ്റേറ്റിൽ നിന്ന് വരുന്നവരെല്ലാം ഇവിടെ ഇരുന്ന് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടത്തില്ലേ, ആ ഒരു ഏരിയ ആണിത്. ഈ കാണുന്നത് ഒരു ഇന്ത്യൻ ദർബാർ തന്നെയാണ്. ഒരു മീറ്റിംഗ് ഹാൾ പോലെ തന്നെയാണ് ഇതുള്ളത്. അവിടെ രാജാവിരിക്കും. അത് നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ, അവിടെ രാജാവിരിക്കും, ഇവിടെ ബാക്കിയുള്ള മന്ത്രിമാരെല്ലാം ഇവിടെ ഇരിക്കും. ഈ കാണുന്ന ഈ വർക്കൊക്കെ ഇല്ലേ, കാര്യം ഞാൻ പറഞ്ഞ ഇതിനകത്ത് 10 ആനകളെ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യിപ്പിച്ചതാ ഈ റൂമർ. ഈ കാണുന്ന വർക്കൊക്കെ ഇല്ലേ ഈ റൂഫിലുള്ളത്, ഇതെല്ലാം നല്ല ഗോൾഡ് വർക്കാട്ടോ വന്നിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന ഷാങ്ക്ലിയർ എന്ന് പറയുന്നത് 10 ആനയുടെ വെയിറ്റ് ഉണ്ട് ഇതിന്. അതായത് 10 ആനകളെ ഇതിൽ വെച്ച് അവർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും ഇത് പൊട്ടി വീണിട്ടില്ല കേട്ടോ. അങ്ങനെയാണ് ഇവിടെ പറയപ്പെടുന്നത്. ഇതും ഒരു ദർബാർ ഹോള് പോലെ തന്നെയാണ് ഉള്ളത്. ഈ തൂണുകളെല്ലാം ഇതെല്ലാം കാണുന്നത് നമ്മുടെ ഒറിജിനൽ ഗോൾഡ് തന്നെയാണ് കേട്ടോ. ഇവിടെ ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടുള്ള മീറ്റിംഗ്സ് എല്ലാം ഇവിടെ വെച്ച് തന്നെയാണ് നടക്കുന്നത്. ഇത് ചെയ്തിരിക്കുന്നില്ല, അതെന്ന് വെച്ചാൽ 560 കിലോഗ്രാം ഗോൾഡ് വെച്ചാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഈ ഷാങ്ക്ലിയർ ഇതെന്ന് വെച്ചാൽ ആ വേൾഡിൽ വെച്ച് തന്നെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള എന്താ പറയുന്നത്, ബിഗ്ഗസ്റ്റ് പെയർ ഇൻ ദ വേൾഡാണ് ഈ കാണുന്ന ഷാങ്ക്ലിയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ലൈറ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 3.5 ടണ്ണാണ്. പിന്നെ ഇതിൽ ടോട്ടൽ 248 ബൾബാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ ആ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 31 ഫീറ്റാണ്. ഈ റൂമിൻ്റെ ആ ഒരു ലെങ്ത് ഇത് എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു റൂമിൻ്റെ ലെങ്തും ബ്രെഡ് എന്ന് പറയുന്നത് 48ഉം 90ഉം ആണ്. നമ്മൾ ആദ്യമേ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഒരു സ്റ്റേറ്റ് റൂം ഞാൻ പറഞ്ഞില്ലേ, ആ കാണുന്ന നമ്മൾ ഈ ചെസ്സ് കളിയതില്ലേ അതിനകത്ത് ഒരു ഐറ്റം പോലെയാണ് ഇപ്പോൾ ഒന്ന്. ഇത് കാണുന്നില്ലേ, ഇതെന്ന് വെച്ചാൽ ടൈഗർ മോട്ടോർ ബോട്ടാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിങ്ങനെ ഗ്രില്ലിട്ട് വെച്ചിരിക്കുന്നുണ്ട്, ശരിക്കും കാണാൻ പറ്റത്തില്ലേ. പിന്നെ ഇത് ഒരു T690 CR എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മെയ്ഡ് ഇൻ കാനഡ ഫോർ ഡേറ്റ് ഓഫ് മാനുഫാക്ചർ. ഇത് സത്യം എന്ത് സാധനം എനിക്ക് മനസ്സിലായിട്ടില്ല, പക്ഷെ നമ്മുടെ ഫോർഡ് കമ്പനിയുടെ ആ ഒരു റൈറ്റിങ്സ് ഒക്കെ ഉണ്ട്. ഈ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റോയൽ കിച്ചണാണ്. ഇതൊക്കെ എനിക്കൊന്ന് ഗ്യാസ് സ്റ്റവ് ആണെന്ന് തോന്നുന്നു കേട്ടോ. റോയൽ കിച്ചൺ. പിന്നെ ഇവിടെ കുറേ ജാറ്,
അതാ ഇവിടെ ഇറച്ചി വെട്ടാൻ വേണ്ടിയുള്ള ഇവിടെ നമ്മുടെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാകുന്ന കുറേ പാത്രങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ടേ. പിന്നെ കുറേ പ്ലാസ്റ്റിക് ഫ്രൂട്ട്സ് ഒക്കെ ഇരിപ്പുണ്ട്. എന്നാലും അവരിങ്ങനെ എത്രമാത്രം കയറി ഇറങ്ങേണ്ടി വരും. ഇനി ഇവിടെ കുറേ പ്ലേറ്റ്സ് ഒക്കെ ഇരിപ്പുണ്ട്. ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാനുള്ള പാത്രമെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെ പിക്നിക്കിനൊക്കെ പോകുമ്പോഴേ അവർ യൂസ് ചെയ്തിരുന്ന പാത്രംസൊക്കെയാണ് ഈ ഇരിക്കുന്നത്. ഇതായതുണ്ടോ, ഇവിടെ കുറേ വൈൻ ഗ്ലാസും പ്ലേറ്റ്സും എല്ലാം ഇരിപ്പുണ്ട്. ഇത് ഗോൾഡ് ആണോ അതോ ജസ്റ്റ് ഗോൾഡ് പ്ലേറ്റഡ് ആണോ, അങ്ങനെ എന്തെങ്കിലും ആണോ? ഇത് നമ്മുടെ വാഷിന് വേണ്ടിയുള്ള സിങ്കൊക്കെയാണ് തോന്നുന്നത്. ഇത് ആ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് അതിൻ്റെ ദേഹത്ത് ഒറിജിനൽ ടൈഗർ ഇല്ലേ, അവരുടെ ആ രോമം എടുത്ത് പേസ്റ്റ് ചെയ്തേക്കുന്ന കേട്ടോ. ഇത് ഈ കാണുന്നത് ഫുള്ളും ഇന്ത്യൻ ടൈഗേഴ്സാണ്. അതായത് ഇന്ത്യൻ ടൈഗർ എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ പേരൂടെ ഉണ്ട്, ബംഗാൾ ടൈഗേഴ്സ്. ഇവിടെ കണ്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.